നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്, അതായത് കടായി ചിക്കൻ. ഇപ്പം കടായി ചിക്കൻ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ആ ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നിരവധി ട്രയലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജാൻചേട്ടനും അവയും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒട്ടും താമസിക്കേണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിന് മുൻപ് ഞാനൊരു വെജിറ്റേറിയൻ വേർഷൻ, അതായത് ആലു വെച്ചിട്ട്, അതായത് പൊട്ടറ്റോ വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കടായി ആലു. അപ്പം ആലു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടും സെയിം റെസിപ്പി ചെയ്യാം. അപ്പോൾ വെജിറ്റേറിയൻസ് അത് ചെയ്തോളൂ, ചിക്കൻ ഇഷ്ടമുള്ളവർ കടായി ചിക്കൻ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലൈസ് ഒരുപാട് പേര് തയ്യാറാക്കി എനിക്ക് ഫോട്ടോസ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങളുടെ ഓർമ്മകൾ, ചെറുപ്പകാലത്തെ ഓർമ്മകളും എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വായിച്ചപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷം, ചെറിയൊരു നൊമ്പരവും ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കടായി ചിക്കൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കടായി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ കടായി മസാല, ഇതിലേക്ക് വേണ്ടി ഒരു മസാല റെഡിയാക്കണം. അത് റെഡിയാക്കാൻ തുടങ്ങാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ്, അതായത് നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ സീഡ്സ്, അതായത് മല്ലി, മൊത്തത്തിലുള്ള മല്ലി, ഒരു 1/4 ടീസ്പൂണോളം ഉലുവ നല്ല ഫ്ലേവർ കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കയ്പരസം വരെ, അതൊന്ന് ശ്രദ്ധിക്കുക. 1 ടീസ്പൂൺ മൊത്തത്തിലുള്ള കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 വറ്റൽമുളക്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു 7 8 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ മുളക്, നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 4 മതിയാകും. ഇത് ജസ്റ്റ് ചെറിയ തീയിലിട്ടതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ടാൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം സാധാരണ രീതിയിൽ അവർ പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിക്കില്ല, തരി ഇങ്ങനെ ഫീൽ ചെയ്യണം. പക്ഷെ ഇവിടെ ഞാനത് പല പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്തും എൻ്റെ പിള്ളേർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വായിൽ തടയണം അമ്മ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരു കംപ്ലൈൻറ്റ് പറയും. അതുകൊണ്ട് ഞാനിപ്പോൾ ശരിക്കും പൊടിക്കുന്നുണ്ട്, നൈസായിട്ട് പൊടിക്കുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ആവട്ടെ. അപ്പോൾ നിങ്ങൾ സ്ഥിരം ആയിട്ട് കടായി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ മസാല ഇതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ ഉണ്ടാക്കിയിട്ട് പൊടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴും പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു കറക്റ്റ് കറിയിലേക്ക് 1 കിലോ ചിക്കനിലേക്ക് മാത്രമുള്ള മസാലയാണ് പൊടിക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വാസന വരുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. അതാ അപ്പം ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നൈസായിട്ട് പൊടിക്കണ്ടായിരുന്നുണ്ടെങ്കിൽ തരിതരിയായിട്ട് പൊടിച്ചാൽ മതി. അപ്പം അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ, എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ചിക്കൻ, ഇത് മീഡിയം പീസസ് ആയിട്ട് മുറിച്ച് നന്നായിട്ട് പലതവണ വാഷ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ആണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ ചിക്കൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ബോൺലെസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തീ ഓൺ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഒഴിക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ്, ഉരുക്കാത്ത നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഓയിലായിരുന്നു. ഇപ്പോൾ ജാൻചേട്ടന് കൊടുത്തപ്പോൾ ജാൻചേട്ടൻ പറഞ്ഞു നെയ്യിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അതേസമയം നെയ്യ് താല്പര്യമില്ലാത്തവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഈ നെയ്യ് ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ള് ക്യൂമിൻ സീഡ്സ്, അതായത് നല്ല ജീരകം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലി വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചെടുക്കാം. പക്ഷെ ഞാൻ മല്ലി പൊട്ടിക്കാൻ ഇടുന്നില്ല. അപ്പോൾ ഇതൊന്ന് പൊട്ടി വരട്ടെ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മെത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല ഉണക്കിയതാണ് കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമായിരുന്നു, അത് ഞാൻ മറന്നുപോയി. സാരില്ല, ഇപ്പോൾ ചേർത്താലും മതി. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഗോൾഡ് കളർ വരുന്ന വരെ നമുക്ക് ഈ സവാള വഴറ്റി കൊടുക്കണം. അപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും ആ ഒരു പച്ചച്ചുവ മാറിയിട്ടുണ്ടാവും. നമുക്ക് ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ബ്രൗൺ കളർ വരുന്ന വരെ വഴറ്റി കൊടുക്കാം കേട്ടോ.
വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ഞാനൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ബ്രൗൺ കളർ ആവാനുണ്ട് നമ്മുടെ സവാള. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 മീഡിയം തക്കാളി തൊലിയെല്ലാം കളഞ്ഞിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. തൊലിയെല്ലാം കളയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തക്കാളി ഒന്ന് അരച്ച് വെച്ചാൽ മതിയാകും. അങ്ങനെയാണെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളത്തിലേക്ക് തക്കാളി ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് പുറത്തെടുത്തു, ഐസ് വാട്ടറിൽ ഇട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ തൊലി ഒഴിച്ചെടുത്തു. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. കാരണം തൊലിയോട് കൂടി നമ്മൾ ഇടുമ്പോഴേ ഇതെല്ലാം കുക്ക് ചെയ്ത് വരുമ്പോൾ ആ തൊലി ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കും. അത് കാണാനും നന്നായിട്ടാവില്ല, കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ തൊലി കളയാൻ പറയുന്നത്. അപ്പോൾ ഇതെടുത്ത് റെഡിയാക്കി വെക്കാം. നമ്മുടെ സവാള ഏകദേശം ബ്രൗൺ കളറായിട്ട് നമുക്ക് ഇതിൻ്റെ തീ കുറയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ജീരകം നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറെ പൊടി വേണം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൽ എണ്ണയോ നെയ്യോ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ചെറിയ തീയിലിട്ടതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ തന്നെ നല്ല വാസന വരുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്യുന്നത് ഈവനിങ് ആയിപ്പോയി. രാവിലെ കുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ഇവിടെ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ എല്ലാ ഇതും മാറിപ്പോയി. എനിവേ, അപ്പോൾ നമുക്ക് ഇത് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, 2-3 മിനിറ്റ് ചെറിയ തീയിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മീഡിയം തക്കാളി തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. അത്യാവശ്യം തക്കാളി വേണം. തക്കാളി അല്ലെങ്കിൽ അരച്ച് ചേർക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. വേണമെങ്കിൽ ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയുടെ ഇല. മല്ലിയുടെ ഇല അവസാനം നമുക്ക് വേണം. ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല റെഡിയാക്കുന്ന സമയത്ത് ചിലവർ അതിൽ ഏലക്കൊക്കെ ഇടാറുണ്ട് കേട്ടോ. ബ്ലാക്ക് ആഡമോ ഇടാറുണ്ട്, സാധാരണ ഏലക്ക ഇടാറുണ്ട്. പക്ഷെ ഞാനൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കയും കൂടെ മസാലപ്പൊടി റെഡിയാക്കുമ്പോൾ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാൻ 1/2 ഗ്ലാസ് തൈര് ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയുള്ള തൈരല്ല, ചെറിയ പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ പേസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ച് ചേർത്ത് കൊടുക്കാം തൈരിന്റെ കൂട്ടത്തിൽ കൂടെ. ഞാനിപ്പോൾ തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതേസമയം തൈര് ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ തൈര് വേണം സാധാരണ രീതിയിൽ ഇതിൽ. അപ്പോൾ ഇത് നമുക്കിനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ടേസ്റ്റ് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇതിൽ ഇത്തിരി ഉപ്പിൻ്റെ കുറവ് തോന്നുന്നുണ്ട്. ഉപ്പ് മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ചിക്കന് ചേർക്കുമ്പോൾ ഉപ്പ് വേണം. ബാക്കിയെല്ലാം കറക്റ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർക്കാനുണ്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് മസാല പരണ്ട് ഒന്ന് ഉറപ്പ് വരുത്തുക. സാധാരണ രീതിയിൽ ഇത് ഒരുപാട് സ്പൈസി അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ സ്പൈസ് ലെവൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇനി പച്ചമുളക് ഞാൻ ഇനി ഇടുന്നുണ്ട്. നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര സാധാരണ രീതിയിൽ ചേർക്കണമെന്നൊന്നുമില്ല, പക്ഷെ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും. ഒരു നുള്ളാണ്, ഒരുപാടൊന്നുമല്ല. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ ഓരോ ചിക്കൻ അനുസരിച്ചും കുക്കിങ്ങിൻ്റെ ടൈം മാറ്റം വരും. അപ്പോൾ 20 മിനിറ്റെങ്കിലും മിക്കവാറും കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ചിക്കൻ്റെ നോക്കുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ 20 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ചിക്കനിൽ നിന്ന് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം നന്നായി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കാം. എന്നിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കണം. സാധാരണ രീതിയിൽ കടായി ചിക്കൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രൈ ആണ് അല്ലേ. പക്ഷെ അതേസമയം എന്താ പറയുക, കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇച്ചിരി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഒന്നും കൂടെ ആവാനുണ്ട്. ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചാറ് വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചാറ് വറ്റിക്കോളും ഇരുന്നിട്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സവാളയും അതുപോലെ തന്നെ
ക്യാപ്സിക്കം ആണ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. ഒരുപാട് വഴറ്റില്ല, ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഒരു അല്പം മാത്രം മതി. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതിയും ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ക്രഞ്ചിനെസ് പോകാൻ പാടില്ല, ആ ഫ്ലേവർ ഒന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വാട്ടിയെടുക്കാൻ പറയുന്നത്. ഒന്ന് വാടി വരട്ടെ. ഞാനിപ്പോൾ നമ്മുടെ ചിക്കൻ ഓഫ് ചെയ്യാണ്. സെമി ഗ്രേവി ആയിരിക്കുമ്പോൾ ഓഫ് ചെയ്യുക, തണുക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ജസ്റ്റ് ഒന്ന് വാട്ടി വെച്ചിരിക്കുന്ന ആ ക്യാപ്സിക്കവും സവാള ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോഴാണ് ആ കറക്റ്റ് ആ ഫ്ലേവർ വരുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ബാക്കിയുള്ള കടായി മസാലയുടെ മിക്സ് എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒട്ടും ബാക്കി വെക്കേണ്ട, കറക്റ്റ് അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കടായി മസാലയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇപ്പോഴാണ് ലാസ്റ്റ് മിനിറ്റിലാണ് നിങ്ങൾ കടായി ചിക്കനാണെന്ന് തോന്നുള്ളൂ. അതുവരെ ഒരു സാധാ ചിക്കൻ കറി പോലെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ ഇത് അവസാനം ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ശരിയാണ്, ഇപ്പോഴാണ് നമ്മുടെ കടായി ചിക്കൻ റെഡിയായെന്ന് മനസ്സിലാവും. ഇനി ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ പിറ്റേ ദിവസം കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അത് ഏത് ചിക്കൻ കറി ആണെങ്കിലും അതെ, പിറ്റേ ദിവസത്തേക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ എരിവ് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി എരിവ് കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഒരു 4 പച്ചമുളക് ഞാൻ എക്സ്ട്രാ ചരിച്ച് മുറിച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ഒന്ന് ജസ്റ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ, അതും ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയില, അതും ചേർത്ത് മിക്സ് ചെയ്യാം. ഈ തരിതരിയായിട്ട് മറ്റേ മസാല പൊടിച്ചിടുമ്പോൾ അത് ശരിക്കും മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ച കാരണം ഇതിലോട്ട് അങ്ങ് മിക്സായി പോയി. അവസാനമായിട്ട് ഞാൻ കുറച്ച് ചേർക്കുന്നത് കസൂരി മെത്തിയാണ്, കുറച്ചും കൂടെ അതും കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യാം. റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കടായി ചിക്കൻ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റ് വന്നിട്ടുണ്ട്. മണം നല്ല വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേ ഒരു വാസന നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്ന വാസനയാണ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെതായ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെയുള്ള കടായി ചിക്കൻ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഗ്രേവി കഴിച്ച് നോക്കട്ടെ. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഗ്രേവി സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ ഇനി നെയ്യ് ഒഴിക്കുന്നില്ല, ചേട്ടന് സെർവ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് നെയ്യ് ഒഴിക്കുന്നുള്ളൂ. കാരണം ഒരുപാട് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടായി ചിക്കൻ. ഞാനിതിപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഉണ്ടല്ലോ, ഞാൻ രാവിലെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ആ കളർ പെർഫെക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കളറ്. പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടില്ലേ, അവസാനമായിട്ട് അവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയില്ലേ, ഇഞ്ചി വളരെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. നിർബന്ധമൊന്നുമില്ല, ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ രീതിയിൽ ഇടാറില്ല. പക്ഷെ ഒരു ഇഞ്ചിയുടെ ഫ്ലേവർ ഇതിൽ വരികയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഫൈനലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് കുറച്ചും കൂടെ മല്ലിയുടെ ഇലയും കൂടെ ഒക്കെ ഇടണം. അത് ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തോളാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ഫ്ലേവർ നല്ലതാണ് ഇതിന്. അപ്പോൾ കുട്ടികളുള്ള വീട്ടിൽ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിക്കോളൂ കേട്ടോ. കാരണം ഇഞ്ചി ഒരു പ്രധാനമായിട്ടൊരു ഘടകമാണ്. അത് കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കടായി ചിക്കൻ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഞാനിത് ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഓക്കെ, ഇതാ അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോട്ടോ രാവിലെ എടുത്തില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിൻ്റെ കളർ ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മല്ലിയിലേക്ക് ഒന്ന് തൂകി സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. ശരിക്കും പുറത്തുനിന്ന് കിട്ടുന്ന ആ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു പാഷൻ ഫ്രൂട്ട്. ഈ വർഷം കിട്ടിയില്ല. അതാ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാ, ബീച്ചിൽ പോണം. നെല്ലിക്ക വെച്ചിട്ട് വെച്ചപ്പോ അറിയില്ലല്ലോ ടേസ്റ്റ്. ഞാൻ കുറച്ച് നോക്കട്ടെ. പാഷൻ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റ് ആണ്. ഞാൻ നേരത്തെ നോക്കിയപ്പോ നെല്ലിക്ക കഴിച്ച അപ്പൊ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോ എനിക്ക് അറിയാത്ത പോലെ. നിന്നെടുക്കണ്ട